ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ കായണ്ണ പഞ്ചായത്തിൽ നമ്പ്രത്തുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്നത് ഈ കാണുന്ന ഒരു 1 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീട് വെക്കാനൊക്കെ അനുയോജ്യമായ രീതിയിൽ 10 സെൻറ്റ് 20 സെൻറ്റ് പ്ലോട്ടുകളായി കൊടുക്കുന്ന ഈ കാണുന്ന ഒരു അടിപൊളി സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്പ്രത്തുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്തും വില്ലേജും വരുന്നത് കായണ്ണയാണ്. അതുപോലെ തന്നെ കൊയിലാണ്ടി താലൂക്കിൽപ്പെട്ട സ്ഥലം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് അതിരും ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ ചങ്കളെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ പ്ലോട്ടിൻ്റെ 3 സൈഡിൽ കൂടി റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇതാക്കണം ഈ ടാറിങ് റോഡാണ്. പിന്നെ ആ പറമ്പിൻ്റെ ആ സൈഡിൽ അതിർ വഴി അവിടെ റോഡുണ്ട്. പിന്നെ പ്ലോട്ടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ അവിടെ നമുക്ക് റോഡ് വരുന്നുണ്ട്. അങ്ങനെ 3 സൈഡിൽ കൂടെ റോഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇതാക്കണം ഏകദേശം ഇവിടുന്നാണ് തുടങ്ങുന്നത്. നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത് വെക്കണം ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നോക്കണം ആ ഒരു സൈഡിലോട്ടാണെങ്കിലും അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. നമുക്ക് ഈ റോഡ് ഇവിടുന്ന് വരുന്നത് പേരാമ്പ്രന്ന് വരുന്ന റോഡാണിത്. അവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ ബസ് റൂട്ടിലോട്ട് പോകാൻ വെറും 100 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലോട്ട് എത്തുകയും ചെയ്യും അല്ലേ? അതെ. പിന്നെ നമുക്ക് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂട്ടാലിട കോഴിക്കോട് അങ്ങനെ പോണ റോഡാണ്. ബാലുശ്ശേരിയൊക്കെ കൂട്ടാലിടയ്ക്ക് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ കോഴിക്കോടിന് ഒരു 67 കിലോമീറ്ററാണ്. കോഴിക്കോടിനും പോകാട്ടോ. അപ്പോൾ നമുക്ക് നല്ല റോഡ് ലെവലായി കിടക്കുന്ന നല്ല കിടിലം പ്ലോട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീടൊക്കെ വെക്കാൻ പാകത്തിന് 10 സെൻറ്റ് 20 സെൻറ്റൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല കിണ്ണം കാച്ച് മുതൽ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതാക്കണം നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പോസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഈ സൈഡിലേക്കൊക്കെ വീടുകളെല്ലാം ഉണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. വണ്ടികളൊക്കെ ഇതാക്കണം ഇഷ്ടംപോലെ പോകുന്നുണ്ട് കേട്ടോ. ഫുള്ള് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഇതാക്കണം ഇപ്പോൾ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് ഏകദേശം ഇവിടം വരെയാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടി നമുക്ക് റോഡ് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിലൊക്കെയാണ് വീട് വെക്കാൻ നിങ്ങൾ സ്ഥലം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെ പ്ലോട്ടാക്കി മുറിച്ചെടുക്കാൻ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലം ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ? അതെ. ഇനിയിപ്പോൾ നമുക്ക് പ്ലോട്ടിലോട്ട് പോയിട്ട് പ്ലോട്ടിലെ ഡീറ്റെയിൽ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? നമുക്ക് ആയിക്കോട്ടെ, നമുക്ക് പോയോക്കല്ലെന്നാ പോയി നോക്കാം. അപ്പോളേ നമ്മൾ പ്ലോട്ട് കണ്ട് വരുമ്പോൾ കണ്ട് നോക്കിയാൽ നിങ്ങൾ ഫുള്ള് ലെവലായി കിടക്കട്ടെ. നല്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ഫുള്ള് കാണട്ടോ. നല്ല അടിപൊളി സൈറ്റ് സ്ഥലം. ഇവിടെയൊക്കെ വീട് വയ്ക്കാൻ സൂപ്പർ നല്ല ബെസ്റ്റ് സ്ഥലം തന്നെയാണ്. അയൽവാസികളൊക്കെ ആയിട്ട് ഇതാക്കണം ഇഷ്ടംപോലെ വീടുകളുണ്ട്. ചുറ്റുപാടും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു സൈഡ് വഴി ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വീട് വെക്കുകയാണെങ്കിൽ ഇവിടെ പ്ലോട്ടുകളാക്കി മുറിച്ച് മേടിക്കാം. എവിടെയാണോ നിങ്ങൾക്ക് 5 സെൻറ്റ് 10 സെൻറ്റ് 20 സെൻറ്റൊക്കെ ആയിട്ട് പ്ലോട്ടുകളായിട്ട് വീട് വെക്കാൻ സ്ഥലം മേടിച്ച് അവിടെ നിങ്ങൾക്ക് അല്ല അല്ലുവാ കഷ്ടന്മാർക്ക് അള്ളന്നാണ്ട് മുറിച്ച് തരും കേട്ടോ. അജാതി മുതൽ സ്ഥലമാണ്. അതും റോഡ് ഫ്രണ്ടേജ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടേജിൽ കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ കൊടുക്കും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു വീട് വെച്ച് താമസിക്കുമ്പോൾ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലോട്ടിൻ്റെ സെൻറ്ററിൽ ഇതാക്കണം അവിടെ പോസ്റ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടേജ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയും പോസ്റ്റ് ഉണ്ട് കേട്ടോ. എവിടുന്ന് വേണമെങ്കിലും കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കാനുള്ള അതിനുള്ള പോസ്റ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതാക്കണം ഇപ്പോൾ നിലവിൽ നമ്മളൊരു പ്ലോട്ടിനകത്ത് ഇതാക്കണം കുറച്ച് തെങ്ങുണ്ട്. ഒരു 10-15ഓളം തെങ്ങുണ്ടാവും. അതേമാതിരി ഒരു 100-100ഓളം കവുങ്ങുകളും ഉണ്ട് കേട്ടോ. കായ്ക്കുന്നത് തെങ്ങും കവുങ്ങൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അതായത് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് വന്ന് എടുക്കാൻ നോക്കി. നിങ്ങളെ ചങ്കൾ ആരെങ്കിലും ഈ ഒരു ഏരിയയിൽ വീട് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഓൾക്ക് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് വിട്ടോളിട്ടോ. ഇനിയിപ്പോൾ നിങ്ങളൊരു വില്ല പ്രൊജക്റ്റ് ഒക്കെ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ പ്ലോട്ടുകളായിട്ട് അതിനകത്തൊരു വീടൊക്കെ വെച്ച് കൊടുക്കാനുള്ള അങ്ങനത്തെ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റുന്ന മുതലാണ്ടത്. പിന്നെ നമുക്ക് ഒരു പ്ലോട്ടിന്റെ അടുത്തുള്ള ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളിയിലോട്ട് നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ, അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിലോട്ട് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അമ്പലവും പള്ളി 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ചർച്ചിലോട്ട് നമുക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. കരിയണ്ടംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്രിസ്ത്യൻ ചർച്ച് ഉള്ളത്. നമുക്ക് കൂരാച്ചുണ്ടലോട്ട് പോകാൻ ഏകദേശം ഒരു 8 കിലോമീറ്റർ ആണ് നമുക്ക് കൂരാച്ചുണ്ടലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് സ്കൂളൊക്കെ വരുന്നത് കായണ്ണുണ്ട്. മൊട്ടൻതറ ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അടുത്ത സ്കൂൾ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് തൊട്ടടുത്ത് വേറെ പ്ലോട്ടിനകത്ത് ഒരു കുളം ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഒരു കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ കിട്ടും. വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉള്ള ഏരിയ നല്ല കേട്ടോ. നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. ഇനി അങ്ങോട്ടും കൂടി പോയോക്കല്ലേ? പോയി നോക്കാം. നമുക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് അവിടെ നിന്നാണ് വന്നത് കേട്ടോ. ഇങ്ങോട്ട് വരി പ്ലോട്ട് ഇതേപോലത്തെ തേക്കുകൾ കുറച്ച് മരങ്ങൾ നമ്മളെ പ്ലോട്ടിനകത്തുണ്ട്. തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ. തെങ്ങുണ്ട്, അതുപോലെ തന്നെ കവുങ്ങുണ്ട്. നീണ്ടു വരിക
സ്ഥലത്തിൻ്റെ അടുത്തുള്ള നമ്മളെ പ്ലോട്ടിൻ്റെ അടുത്തുള്ള ഒരു കുളം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ അതിരിതാണ്. ഈ സൈഡിലുള്ള അതിര് നേരത്തെ കാണിച്ചതാണ്. ഇവിടുന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുളം ഉണ്ട് എന്ന് പറഞ്ഞത്. വെള്ളത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. കണ്ടില്ല നിങ്ങൾ കാണിച്ചു കൊടുത്താൽ നല്ല പളുങ്ക് മാരത്തെ വെള്ളല്ലേ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഏരിയ തന്നെയാണ്. കിണർ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ബോർവെൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കിണർ തന്നെ കുത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടും. ഇനി നമുക്ക് ആ സൈഡ് പോയിട്ട് ആ ഒരു സൈഡത്ത് കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചു. ബാക്ക് സൈഡിൽ നമുക്ക് ഒരു റോഡും കൂടി ഉണ്ട് അല്ലേ? ഞാൻ ഒന്ന് പോയേക്കല്ലോ എന്നാല് അതും കൂടി കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള മൺ റോഡിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് തന്നെയാണ് ടാറിങ് റോഡ് കേട്ടോ. അവിടുന്ന് ഇതാണ് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മളെ പ്ലോട്ട് ലെവലായിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ്. ഇങ്ങോട്ട് വരിക ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ. ഈ റോഡ് ഉണ്ടല്ലോ നിങ്ങൾ വാഹനങ്ങളൊക്കെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതുവരെയാണ് അതിര്. ഈ കരിങ്കല്ല് കെട്ടി ഇതുവരെയാണ് അതിര് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഭാഗം വരെ സെയിലാക്കിയിട്ടുണ്ട്. ഉണ്ടല്ലോ നിങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ പൊന്നിപ്പടുത്ത് വീട് വെക്കാനുള്ള പ്ലോട്ടാണ്. ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് വീട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് ഈ ഒരു ഭാഗത്ത് വരും കേട്ടോ. അടുത്തിരുന്ന് തന്നെ ഇഷ്ടം പോലെ വീടുകൾ ഇനി പുതിയ വരുന്നുണ്ടല്ലേ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടൊക്കെ കണ്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ വീടുകളാണ്. ഈ റോഡ് ഇങ്ങനെ അതായത് പറമ്പിന് ചുറ്റും. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ മൂന്നാമത്തെ റോഡ് പറയുന്നത്. പറമ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള റോഡ്. ഇവിടെയും വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ടിൻ്റെ അതിരിതാണ്. ബാക്ക് സൈഡിൽ അതിര് ഇവിടുന്ന് തുടങ്ങിയിട്ട് കുറച്ച് അത് വരെ ഉണ്ട്. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടും മേലേക്കൊക്കെ ഇഷ്ടംപോലെ വീടുകളാണ്. നമ്മൾ ഈ ഒരു പ്ലോട്ടിന് ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാലും അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് ടാറിങ് ആകുന്ന റോഡുകളാണ്. ഇതുവരെയാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡ് അതിര് വരുന്നത്. ഇനിയിപ്പോൾ ഈ ബാക്ക് സൈഡ് ഭാഗത്താണ് നിങ്ങൾക്ക് വീട് വെക്കേണ്ടത് വെച്ചെങ്കിൽ ഇവിടെയും വീട് വെക്കാം. എവിടെ വേണമെന്നുണ്ടെങ്കിലും അളന്ന് മുറിച്ച് പ്ലോട്ടുകളായിട്ട് അളന്ന് മുറിച്ചാണ് തരും കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഓണറുടെ നമ്പറാണ് ഈ താഴെ കാണുന്നത്. ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറെ തന്നെ നേരിട്ട് വിളിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്ര സെൻറ്റ് സ്ഥലമാണ് വേണ്ടത് അതിനനുസരിച്ച് ആണ് വിലയും കാര്യങ്ങളൊക്കെ ഉള്ളത്. 10 സെൻറ്റ് വേണമെങ്കിൽ 10 സെൻറ്റ്, 20 സെൻറ്റ് വേണമെങ്കിൽ 20 സെൻറ്റ്, മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ റെഡിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. 98 95 18 18 86 നമ്പർ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.